ഓക്കെ തമ്മിലെന്നെ കണ്ടിരിക്കാമല്ലോ. ഗോ സ്ട്രേറ്റ് ലെഫ്റ്റ്. ഓക്കെ സ്ട്രേറ്റ് സ്ട്രേറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വിഷുക്കണി ഒരുക്കുകയാണ് കേട്ടോ. രാത്രിയില് അരുണേട്ടൻ ഒക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. നമ്മള് വിഷു ഒരുക്കുന്നത് നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ വെച്ചോ ഈ മുണ്ടിന്റെ മുകളിൽ. പിന്നെ നമ്മൾ കുറച്ച് പൈസ ഒക്കെ വെക്കണം. പിന്നെ തേങ്ങ പൊട്ടിച്ചു വെക്കാനുണ്ട്. പൂ കാണിച്ചു തരാം. ഞങ്ങൾ പൂ വരച്ച് ഞങ്ങൾ ഇരുട്ടത്ത് കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പൂവ്. അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയൊരു വിഷുസന്ധ്യ എന്ന് പറയുന്നത്. കുഞ്ഞിതാണ്. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു ആയിട്ട് എല്ലാവരും ഓരോരോ തിരക്കിലായിരിക്കും അല്ലേ? അപ്പം ഞാനും ചെറിയ തിരക്കിലാണ്. നമുക്കിവിടെ വിഷു എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ വലുതായിട്ടൊന്നുമില്ല, കണിക്കൊന്നൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മലാവിയിൽ ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നവംബർ മാസത്തിലാണ് കണിക്കൊന്ന പൂക്കാറുള്ളത്. അതന്നെ മലാവിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ കണിക്കൊന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നവംബർ കറക്റ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലോ. അന്നേരം ഞങ്ങൾ നവംബറിലാണ് ഷിഫ്റ്റ് ചെയ്തത്. അന്നേരം ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു 2 കണിക്കൊന്നേൻ്റെ മരം എന്താ പറയുക അവിടെ സൈഡിൽ നിൽക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ മലാവിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അവിടെ കണിക്കൊന്ന മരം കണ്ടത് കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ ഈ വീഡിയോൻ്റെ സൈഡിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവംബറിലാണ് കണിക്കൊന്ന പൂക്കണതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വിഷുവിന് കണി വെക്കണമെങ്കിൽ കണിക്കൊന്നയൊന്നുമില്ല. പക്ഷേ കണിക്കൊന്നേൻ്റെ പൂ പോലെ ഇരിക്കുന്ന ഒരു മരത്തിലെ പൂവ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോസിലൊക്കെ ആ ഒരു മഞ്ഞപ്പൂവ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം പോയി ആ പൂവ് ജസ്റ്റ് കുറച്ചൊന്ന് പറിച്ചിട്ട് വരാമെന്ന്. കാരണം ആ പൂവ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമല്ലോ കണിക്കൊന്നയ്ക്ക് പകരം. കണിക്കൊന്നയ്ക്ക് പകരം ആവില്ലെങ്കിലും ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് ആ പൂവ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ പഴങ്ങളോ അല്ലെങ്കിൽ വെള്ളരിയോ കുമ്പളോ എന്തെങ്കിലുമൊക്കെ, വെള്ളരി ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ പുറത്തുണ്ടോ എന്ന് പോയി അന്വേഷിച്ച് നോക്കാം. അപ്പം നിങ്ങളും ഈ വീഡിയോന്റെ കൂടെ പോരൂ. അപ്പൊ എല്ലാവർക്കും എന്റെയും അരുണേട്ടന്റെയും ലൈഫ് ഓഫ് അരുൺ സുമിയുടെയും വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകള്. അപ്പം ഞാൻ പറയണതിന്റെ ഇടയിൽ കാറ്റിന്റെ സൗണ്ട് ഒക്കെ ചിലപ്പോൾ വരാട്ടോ. കാരണം 2 സൈഡിൽ കൂടെ ഭയങ്കര കാറ്റാണ്, അതായത് അതിശക്തമായ കാറ്റാണ്, നല്ല തണുപ്പും ഉണ്ട്. അപ്പം നമുക്ക് നേരെ വലിച്ചു നിട്ടാതെ വീഡിയോയിലേക്ക് പോകാം. വിഷുവിന്റെ ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം ഞങ്ങളുണ്ടല്ലോ പച്ചക്കറി പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒക്കെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കണ്ടൊരു പൂവാട്ടോ. മഞ്ഞ കളർ പൂ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇതുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ ഈ ചെടി? മല്ലികയൊന്നല്ല, മല്ലിക സീനിക്കൊന്നല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് പൂവ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ഞാൻ തമാലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകുന്നേരമായി, കുറച്ച് ഇരുട്ടുണ്ടാവും കേട്ടോ. വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല, നല്ല കാറ്റാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ചെടി കണ്ടില്ലേ പൂവ്, അതേപോലത്തെ പലതരം ചെടികൾ ഇവിടെ ഉണ്ട്. എന്താ പറയുക, കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള, അതായത് വലിയ പൂക്കളല്ല ചെറിയ പൂക്കളുള്ളതാണെന്നുണ്ടെങ്കിലും പല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. ഒക്കെ കാട്ടിലെ ചെടികളാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസം ഇവിടെ ഉള്ള ഓരോരോ ചെടികളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ, ഒരു വീഡിയോ ചെയ്യേണ്ട. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡൻ്റൊക്കെ വരുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്നേരം ഞങ്ങൾ പോയതുപോലെ കുറച്ച് പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടിയാണ് നടന്നു പോയത്. അപ്പോൾ കുറേ തരം ചെടികൾ കണ്ടു. കുറേ പൂക്കളും കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, വലിയ വലിയ പൂക്കളൊക്കെ ഉള്ള പലതരത്തിലെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഇലകളൊക്കെ ഉള്ള ചെടികളൊക്കെ കണ്ടു. അതൊക്കെ കാട്ടിലെ ചെടികളാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതൊക്കെ ഞാനൊരു ദിവസം നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. കണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തനൊക്കെ പറക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് കണിവെള്ളരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ കിട്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് കണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു മത്തൻ പറിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2 വെണ്ടക്ക പറിച്ചു. നമുക്ക് സാമ്പാറിലൊക്കെ ഇടണമല്ലോ, വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ പറിച്ചു. ഈ കാണുന്നത് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. അവർ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ്. കണ്ടാൽ ഇതൊരു കൊറോണ വൈറസിൻ്റെ ഒരു രൂപമാണ് കേട്ടോ. കണ്ടാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ തമാല ഇതൊക്കെ കറി വെക്കുമെന്ന് പറഞ്ഞു. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് അവർ കറി വെക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ചു. പിന്നെ പിരിട്ട് പോലെ നിങ്ങൾക്ക് കാണുന്നില്ല, ഇത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ, ഒരു 6 മണി 6:30 നമ്മൾ ഈ പൂവ് പറിക്കാൻ പോയപ്പോൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞ പൂ കേട്ടോ, കണിക്കൊന്നയ്ക്ക് പകരം വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടാൽ കണിക്കൊന്നേൻ്റെ പൂ പോലെ തന്നെയാണ് കേട്ടോ, പക്ഷേ കുറച്ചും കൂടി തിക്നെസ് ഉണ്ട്, അതായത് കുറച്ചും കൂടി ഒരുപാട് പൂക്കൾ ഇങ്ങനെ കൂടി നിൽക്കണ പോലെയാണ്. പക്ഷേ പൂവ് കണ്ടാൽ സെയിം കണിക്കൊന്നേൻ്റെ പൂവിൻ്റെ ഏകദേശമാണ്
കേട്ടോ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് പൂവൊക്കെ പറിക്കുന്നത് നമ്മളെ വഴിയിലുള്ള പൂവാണ്. നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വഴികളിലൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്ന പൂവാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ മരത്തിൽ ഇഷ്ടംപോലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഈ ഒരു മഞ്ഞപ്പൂവുണ്ട്. അതേതായാലും ഭാഗ്യമായിട്ട് നമ്മൾ വിഷു ആയതുകൊണ്ട് നമുക്ക് കണി വെക്കാനൊക്കെ ഈ പൂവൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ കണിക്കൊന്നൊന്നും ഈ സമയത്ത് നമുക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരു പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ കണി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വിഷുക്കണി ഒരുക്കുകയാണ് കേട്ടോ. രാത്രിയിൽ അരുണേട്ടൻ ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മള് വിഷു ഒരുക്കുന്നത് നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എല്ലാം കിട്ടും. കണി വെള്ളരി നമുക്ക് കിട്ടില്ല. പക്ഷെ കുഞ്ഞൊരു മത്തങ്ങ വെച്ചിട്ടുണ്ട്, ഒരു അവോക്കാഡോ വെച്ചിട്ടുണ്ട്, നാരങ്ങയുണ്ട്, ഓറഞ്ച് ഉണ്ട്. കണ്ടോ നമ്മുടെ കൃഷിത്തോട്ടത്തിലുണ്ടായ വഴുതനങ്ങയാണ്. കുഞ്ഞിനുണ്ട് വഴുതനങ്ങ വെച്ചിട്ടുണ്ട്, തക്കാളി ഉണ്ട്, പഴമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് വന്ന് കാണുമ്പോൾ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വിഷു നമുക്ക് കാണുക എന്നുള്ളതാണ്. നല്ല കണി കാണുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം സമ്പൽ സമൃദ്ധമായിട്ടിരിക്കുന്ന ഒരു വിഷു കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ച് സന്തോഷത്തോടെ ഒരു ദിവസത്തെ നമ്മൾ വരവേൽക്കുക എന്നുള്ളതാണ് വിഷുവിൻ്റെ ഒരു കാർഷിക തുടക്കത്തിൻ്റെയും കൃഷിയുടെ തുടക്കവും ഒക്കെയാണ് വിഷു ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ആ ദിനത്തിൻ്റെ ഓർമ്മയായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ പൊട്ടിക്കണം. ഞാൻ തേങ്ങ പൊട്ടിക്കട്ടോ. അതേപോലെ നമ്മുടെ സ്വർണ്ണം എന്തെങ്കിലും വെക്കണം. അപ്പോൾ സുമീൻ്റെ ഒരു സ്വർണ്ണവള വെക്കാം. എല്ലാം കണ്ടുപിടിക്കണം. നമുക്ക് കാണുന്നത് കാണല്ലോ അല്ലേ? ഇവിടെ വെച്ചോ. ഈ മുണ്ടിൻ്റെ മുകളിൽ വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് പൈസ ഒക്കെ വെക്കണം. പിന്നെ തേങ്ങ പൊട്ടിച്ച് വെക്കാനുണ്ട്. ഇതിലേക്ക് പൂ കാണിച്ചു തരാം. ഞങ്ങൾ പൂ വരച്ച് ഞങ്ങൾ ഇരുട്ടത്ത് കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പൂവ്. കണ്ടോ നമ്മുടെ കണിക്കൊന്ന പോലെ തന്നെ, കണിക്കൊന്നതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ട് നിൽക്കണം തോന്നുന്നത്. കണ്ടല്ലേ? അടിപൊളി പൂവാണ്. ഇത് ഇഷ്ടംപോലെ ഉണ്ട്. മലാവിൽ ഇഷ്ടം പോലെ ഒരു പൂവാണിത്. പൂവ് കണിക്കൊന്നേന്റെ പൂവിന്റെ അതേപോലെ തന്നെയാണ്. പൂ കണ്ട ശരിക്കും കണിക്കൊന്നതിന് അതേമാതിരി പൂവാണ് കേട്ടോ. കുറച്ചുകൂടി തിക്കാന്നുള്ളൂ. കാണാൻ നല്ല ഈ സമയത്ത് പൂവുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നമുക്ക് പോയിട്ട് പിന്നെ കൃഷ്ണന്റെ ഫോട്ടോ നമ്മുടെ അടുത്തില്ല. ഗുരുവായൂരപ്പന്റെ ഫോട്ടോയാണ്. രണ്ടും തന്നെയാണ്. ഗുരുവായൂരപ്പന്റെ ചെറിയൊരു ഫോട്ടോയാണ് ഉള്ളത്. അപ്പൊ അത് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. കൃഷ്ണ വിഗ്രഹം ഇല്ല. അപ്പൊ നമുക്ക് തേങ്ങ പൊട്ടിച്ചു വരാം. തേങ്ങ പൊട്ടിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ തേങ്ങ പൊട്ടിക്കാൻ പോവാണ്. കറക്റ്റ് പൊട്ടി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഫുൾ ഫ്ലോപ്പ് ആക്കാനാണ് എപ്പോഴും. ഭയങ്കര ഉറപ്പാണ് എനിക്ക്. അടിപൊളിയായിട്ട് തേങ്ങ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം അല്ലേ? സ്വർണം കാണുന്നില്ല. ഇനി കുറച്ച് പൈസയും കൂടി വെക്കാം. സാധാരണ സ്വർണ്ണമാലയൊക്കെ ഉണ്ട് വെക്കാറിന്റെ കഴുത്തിൽ താലിമാല മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വള വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണി ഒരുക്കിയത് ഫുള്ള് എങ്ങനെ ഒരുക്കിയത് എന്നുള്ളത് നാളെ രാവിലെ നമുക്ക് കണി കാണുമ്പോൾ കാണാമായിരുന്നു. അപ്പോൾ നമുക്ക് പോയി കടന്നിറങ്ങാം. ഇത് രാവിലെ നല്ലൊരു കണി കണ്ടുകൊണ്ടുവരാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ നേരുകയാണ്. അതെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ വെച്ചു. ഞാൻ എല്ലാവർക്കും കണി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് അരുണേട്ടനെ വിളിക്കാൻ. അരുണേട്ടനോട് ഞാൻ കണ്ണ് തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അരുണേട്ടൻ ഞാൻ കണി അടിക്കാൻ കൊണ്ടുപോകാൻ. ശരിക്കും ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിയിട്ടാണ് കൊണ്ടുപോകാൻ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ ഒപ്പം പോന്നാൽ മതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ വരൂ. ഞാൻ പറയാതെ കണ്ണു തുറക്കരുതേ. അപ്പൊ ഇനി നമ്മുടെ തമാല വരാൻ നേരായി. തമാലേനെ ഒന്ന് കണ്ണു കുത്തിക്കൊണ്ടിരാല്ലേ ചേട്ടാ? ഒന്ന് കണി കാണിച്ചിട്ട് തരാം. തമാലേനെ കണി കാണിക്കാമല്ലോ. Go straight, left, okay, straight, straight. Okay, yeah, go straight. Oops, sorry. Open your eyes. Yeah, I open. Wow.
This is our festival. വിഷു. It's good. I like it. Wow. This is my best of. This is this one. നമ്മള് തമാല കാണിയൊക്കെ കഴിഞ്ഞ് തമാലക്ക് കൈനീട്ടം കൊടുക്കാം കേട്ടോ. This is വിഷു കൈനീട്ടം. വിഷു കൈനീട്ടം. Thank you. ഓക്കെ, ഇനി അരുണേട്ടന്റെ വക കൈനീട്ടാണ്. Thank you so much. നമുക്കൊരു സന്തോഷം, ആദ്യമായിട്ടാണ് ഇങ്ങനെ തമാലിനെ ഉൾപ്പെടുത്തി നമുക്കൊരു വിഷു ആഘോഷിക്കുന്ന ഒരു അവസരം കിട്ടിയായിരുന്നു. ഒരു സന്തോഷമല്ലേ? അതെ, ഒരുപാട്. പിന്നെ നമുക്ക് ഇനി വിഷു സദ്യ ഉണ്ടാക്കണം അല്ലേ? അതെ, ഇനിയിപ്പോ അതിന്റെ പ്രിപ്പറേഷനിലേക്കൊക്കെ പോവാ അല്ലേ? അതെ. നാട്ടിലാണെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൂത്തിരി കത്തിക്കലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് പോകും. പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടാനുള്ള പിന്നെ ലിനോയെ പടം കിട്ടണേ. ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വില്ലേജില് ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് ഭയങ്കര കളറാക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം എന്റെ. അത് ഒരു വട്ടം നടക്കും വിചാരിക്കുന്നു അല്ലേ? ഇനി ഒരു വിഷു കാലം വരുമ്പോ നമ്മൾ എന്തായാലും കുറച്ച് പൂത്തിരി പടക്കൊക്കെ വാങ്ങി പൊട്ടിച്ച് തകർക്കും. അപ്പൊ ഇനി കുക്കിങ്ങിന്റെ പരിപാടിക്ക് പോകണം. അവിടെ വലിയ സദ്യ ഒന്നുമില്ല, ചെറുതായിട്ട് വിഷു സദ്യയും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളി. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരെയാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പൊ വിഷു കൈനീട്ടം നമുക്ക് നമ്മുടെ ഗാർഡന്മാര് പുറത്തുണ്ട്, അവര് വണ്ടിയൊക്കെ വാശിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർക്കും കൊടുക്കാട്ടോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങള് രാവിലെ പുറം ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെല്ലാവരും രണ്ടുപേർക്ക് കൈനീട്ടൊക്കെ കൊടുത്തു. ഇത് വേറൊരാള്. ഇവിടെ വിഷുക്കണിയൊക്കെ എല്ലാവരും കണ്ടാണായിരിക്കില്ലേ? തമാലക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളിപ്പോ കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ ഞാന് രാവിലത്തേക്കുള്ള ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തമാല അവിടെ തോരൻ ഉണ്ടാക്കുന്നുണ്ട്, ചോറ് റെഡിയാണ്. പിന്നെ പായസം ഉണ്ടാക്കാനുള്ളത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സേമിയ പായസമാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു പായസം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതാക്കണം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കണം. ഈ സാമ്പാറും അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷുവിനുണ്ടാക്കിയ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തോരൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. തോരൻ ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരനും റെഡിയായി. വിഷു സദ്യ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറികളൊക്കെ ഓരോന്നായി കാണിക്കാം. നമ്മൾ ചെറിയ രീതിയിലാണ് കേട്ടോ വിഷു സദ്യ ഒരുക്കിയിട്ടുള്ളത്. തോരനുണ്ട്, ഞാൻ കത്തിയും കൊണ്ടൊക്കെ നിൽക്കുന്ന വെച്ചാൽ വാഴയിലോട്ടം പോലെ. പിന്നെ അച്ചാറുണ്ട്, പാവക്കച്ചാറാണ്, പാവക്ക കൊണ്ടിട്ടൊക്കെ അച്ചാറാണ്. പിന്നെ സാമ്പാറുണ്ട്, ചോറുണ്ട്, നല്ല പാൽപ്പായസമുണ്ട്, നല്ല പഴമുണ്ട്. കാരണം ഇത്രേ ഉള്ളൂ, കുഞ്ഞൊരു സദ്യയാണ്. നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും പോയില്ല. കാരണം നമുക്കറിയാലോ, നമുക്കൊരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിഡേ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ദിവസം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ പരിപാടി പെട്ടെന്ന് തീർത്തിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് വില്ലേജിൽ പോകാൻ. നമ്മുടെ കിണറിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ കിച്ചണിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ പുതിയ സ്കൂൾ ഉണ്ടാക്കാനുള്ള കാടുവെട്ടലും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോകാനുണ്ട്, അവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി ഞാൻ പോയിട്ട് വാഴയില പെട്ടെ, വാഴയിലയും കൂടെ പെട്ടി എല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഉച്ച കഴിയാൻ നിൽക്കില്ല, ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങും. ഇപ്പോഴാണ് നല്ല തണുപ്പ് പുറത്ത്. തങ്കുണ്ടാവേ പുറത്ത്? തങ്കു പുറത്തോടെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഞങ്ങള് എല്ലാരും കൂടെ ചേർന്നിട്ടാട്ടെ വാഴയില വെട്ടാൻ പോകുന്നത്. ഞാനും അരുണേട്ടനും തങ്കുവിനെ വിഷുവായിട്ട് കാണിച്ചില്ലല്ലോ അല്ലേ? തങ്കു നല്ല കളിയിലാണ്. തങ്കു വാ. തങ്കുവിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് കേട്ടോ. കാരണം ഇന്നിവിടെ പണിക്കാരൊന്നുമില്ല. സാധാരണ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ എന്തിനേയും പണിക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ന് പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തങ്കുവിന് ഓടി കളിക്കാം. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വാഴത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വാഴത്തോട്ടത്തിൽ നല്ല തൂശനിലയിൽ സദ്യ.
നമ്മുടെ പിള്ളസാർ നെറ്റ് വളർത്തിയ വാഴയാണ് അതിക്രമിച്ച് കയറി താഴേലെ വെട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളുടെ വിഷുസദ്യ കഴിക്കാൻ പോവാണ്. ചെറിയൊരു സദ്യയാണ്. അപ്പം ഞാനും സുമിയും തമാലയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുടെ കഴിച്ച് നമുക്ക് വേഗം വില്ലേജിലേക്ക് പോകണം. ഇവിടെ 1 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു 11:30 ആയപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ കരുതി. വില്ലേജിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നൊരു ഹോളിഡേയ്സാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പരിപാടികൾ തീർത്ത് പോകാൻ നോക്കുന്നത് കേട്ടോ. നമ്മുടെ നല്ല തൂശനില കിട്ടിയിട്ടുണ്ട്. പാൽ നമുക്ക് പായസമൊക്കെ ഗ്ലാസ്സിൽ ഒഴിക്കാം. പിന്നെ നമ്മൾ തന്നെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം സെറ്റാക്കുന്നു. തമാല വരുന്നുണ്ട് കേട്ടോ. തമാല വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുക്കാൻ പറ്റും. സേമിയ പായസമാണ് കേട്ടോ. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ നമുക്ക് 3 പേർക്കും വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, നേരത്തെ രാവിലെ വിഷു കൈനീട്ടം കൊടുത്ത ഗാർഡുമാരൊക്കെ എവിടെ നിന്നവർ പോയിട്ടോ, നൈറ്റ് ഗാർഡ് എന്നവർ. പച്ചാറ് വിളമ്പാണ്. നല്ല കയ്പങ്ങച്ചാറാണ്. കയ്പൊന്നുമില്ല കേട്ടോ. കയ്പങ്ങയാണെങ്കിലും കയ്പില്ല. തോരൻ, ക്യാബേജ് തോരൻ. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ വിഷു ഉണ്ട്. ഞാനും അന്നേട്ടനും ഒരുമിച്ച് ഞങ്ങളുടെ ആദ്യത്തെ വിഷുവാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വിഷു സമയത്ത് അന്നേട്ടം ഇവിടെയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയിട്ട് എത്തിയത്. പിന്നെ രണ്ടാമത്തെ വിഷുവിന് ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല, അന്നേട്ടൻ്റെ അമ്മമ്മ മരിച്ചത് കൊണ്ട്. പിന്നെ ഇതാണ് ഇപ്പം ഞങ്ങൾ 2 പേരും ആഘോഷിക്കുന്ന ഫസ്റ്റത്തെ വിഷു. അതാ ഒരു കാര്യം കൂടി ഇട്ടിട്ടതിൽ പച്ചടി. ഞാൻ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കിച്ചണിലാണ് എടുത്തുകൊണ്ടുവരാം. അപ്പം നമ്മൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പം നമ്മുടെ പച്ചടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറിയൊരു വിഷുസദ്യ എന്ന് പറയുന്നത്. കുഞ്ഞൊരു വിഷുസദ്യ. നമ്മൾ പറയാൻ വിഷുസദ്യ കഴിക്കാം. അങ്ങനെ ഈ കുഞ്ഞു വിഷുസദ്യ ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ തമാലയ്ക്ക് ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വിഷുവിന് നമ്മൾ ചെറുതായിട്ടൊക്കെയാണ് ആഘോഷിക്കണേ. നമുക്കിനി ഓണം വരാനുണ്ട്. ഓണത്തിന് നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാം. പിന്നെ തമാലയ്ക്ക് സേമിയ പായസം ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇലയിലൊഴിച്ച് പായസം കുടിച്ചാൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഞങ്ങളങ്ങനെ വിഷുസദ്യയൊക്കെ കഴിച്ചു കേട്ടോ. ഒരുപാട് സന്തോഷം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലീനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാട്ടിലാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതായിരുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. അങ്ങനെ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.